ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. 6-ാം അധ്യായം. വ്യാസനാരദ സംവാദം തുടരുന്നു. സൂത ഉവാച. ഏവം നിശമ്യ ഭഗവാൻ ദേവർഷേ ജന്മകർമ്മജ ഭൂയ പപ്രച്ഛദം ബ്രഹ്മൻ വ്യാസഃ സത്യവതീസുതഃ. സൂതൻ ശൗനകമുനിയോട് പറയുകയാണ്, ദേവർഷിയായ നാരദരുടെ പൂർവജന്മത്തെയും അതിൽ സംഭവിച്ചതായ കർമ്മത്തെയും മുകളിൽ പറഞ്ഞ വിധം കേട്ടപ്പോൾ സത്യവതിയുടെ പുത്രനായ ഭഗവാൻ വ്യാസമഹർഷി പിന്നെയും ചോദിച്ചു. വ്യാസ ഉവാച. ഭിക്ഷുഭിർവിപ്രവസിതേ വിജ്ഞാനാദേഷ്ടൃഭിസ്തവ വർത്തമാനോ വയസ്യാദ്യേ തദക്കിമകരോത് ഭവാൻ. വ്യാസൻ പറഞ്ഞു, ഭഗവൻ, അങ്ങയ്ക്ക് ജ്ഞാനം ഉപദേശിച്ച സന്യാസികൾ ആ സ്ഥലം വിട്ട് മറ്റൊരിടത്തേക്ക് പോയതിൽ പിന്നെ ബാലനായിരുന്ന അങ്ങ് എന്തു ചെയ്തു? ഹേ ബ്രഹ്മപുത്ര, ശേഷമുള്ള കാലത്തെ അങ്ങ് ഏതുവിധമായ വ്യാപാരത്താൽ കഴിച്ചുകൂട്ടി? ദാസീപുത്രനായി ജനിച്ചതായ ആ ശരീരം അവസാനിക്കേണ്ടതായ കാലം സമീപിച്ചപ്പോൾ ഏതുവിധം അതിനെ ഉപേക്ഷിച്ചു? ഹേ ദേവമുനെ, ഈ ദാസീപുത്രാവസ്ഥ കഴിഞ്ഞ കൽപ്പത്തിലുണ്ടായതല്ലേ? ഇത്രയധികം കാലം കഴിഞ്ഞിട്ടും ആ ഓർമ്മ നശിക്കാതിരുന്നതിന് കാരണമെന്ത്? സർവത്തെയും നശിപ്പിക്കുന്നതല്ലയോ കാലസ്വഭാവം? ഇത് കേട്ട് നാരദർ പറഞ്ഞു. നാരദ ഉവാച. ഭിക്ഷുഭിർ വിപ്രവസിതേ വിജ്ഞാനാദേഷ്ടഭിർമമ വർത്തമാനോ വയസ്യാദ്യേ തദയേതദകാരഷം. എനിക്ക് ജ്ഞാനോപദേശം ചെയ്ത ഭിക്ഷുക്കൾ അവിടം വിട്ടു പോയപ്പോൾ ബാലനായിരുന്ന ഞാൻ പിന്നെ ഈ വിധം പ്രവർത്തിച്ചു. ഏകാത്മജാമേ ജനനി യോഷീന്മൂഢാജ കിംകരി മയ്യാത്മജയനന്യഗതോ ചക്രേ സ്നേഹാനുബന്ധനം. കുറേ കാലം മാതൃസ്നേഹം നിമിത്തം അവിടെ തന്നെ അമ്മയോട് ഒരുമിച്ചിരുന്നുവെന്ന് 3 ശ്ലോകം കൊണ്ട് പറയുന്നു. എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഏകപുത്രൻ. അറിവില്ലാത്തൊരു സ്ത്രീയും ദാസിയുമായിരുന്ന അമ്മയ്ക്ക് അന്യാശ്രയമില്ലാത്ത പുത്രനായ എന്നിൽ സ്നേഹം ബലമായി ഉറച്ചിരുന്നു. ആത്മജനിൽ സ്നേഹം വിദ്വാൻമാരായ പുരുഷന്മാർക്ക് കൂടെ ഉണ്ടാകും. മൂഢയായ സ്ത്രീയെന്നു പറഞ്ഞത് സ്നേഹാധിത്യത്തെ കാണിപ്പാനാകുന്നു. സാ സ്വതന്ത്രാന കൽപ്പാസീത് യോഗക്ഷേമം മമേച്ഛതി ഈശസ്സി ഹി വശേ ലോകോ യോഷാദാരുമയീ യഥാ. അന്യാദിനത്തിലിരിക്കുന്ന എൻ്റെ ആ മാതാവ് ഇച്ഛാനുസരണം എനിക്ക് വേണ്ടുന്ന യോഗക്ഷേമത്തെ നടത്തുവാൻ അസമർത്ഥയായിരുന്നതുകൊണ്ട് വ്യസനിച്ചിരുന്നു. അവർ മാത്രമല്ല, എല്ലാവരും അവശന്മാർ തന്നെ എന്നുള്ള ബോധം അവർക്കുണ്ടായിരുന്നില്ല. ലോകം മുഴുവനും മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു സ്ത്രീ പ്രതിമയെന്ന പോലെ അതിനെക്കൊണ്ട് കളിപ്പിക്കുന്ന നാഥനും സർവാന്തര്യാമിയുമായിരിക്കുന്ന ഈശ്വരൻ്റെ അധീനത്തിലാണല്ലോ. എല്ലാവർക്കുമുള്ള ആ അസ്വാതന്ത്ര്യത്തിനു പുറമേ എൻ്റെ അമ്മയ്ക്ക് ദാസീഭാവം നിമിത്തമുള്ള സ്വാതന്ത്ര്യമില്ലായ്മയും കൂടുതലായി ഉണ്ടായിരുന്നു. അഹം ജ തത് ബ്രഹ്മകുല ഊഷിവാംസ്തദവേക്ഷയാ ദിഗ്ദേശകാലാവ്യുത്പന്നോ ബാലക പഞ്ചഹയാനഃ. ഏകദാം നിർഗതാം ഗേഹാ ദുഹന്തീം നിശികാം പതി സർപ്പോദശത്പദാ സ്പൃഷ്ടഃ കൃപണാം കാലചോദിതഃ. അങ്ങനെ ദുഃഖിച്ചുകൊണ്ട് കഴിയുമ്പോൾ ഒരു നാൾ പശുവിനെ കറക്കുവാൻ വേണ്ടി രാത്രി വീട്ടിൽ നിന്നും പുറത്തുപോയ എൻ്റെ മാതാവിൻ്റെ കാലടി തട്ടിയതിനാൽ കാലപ്രേരിതനായ ഒരു സർപ്പം അമ്മയുടെ കാലിൽ കടിച്ചു. തഥാ തഥാഹമീശസ്യ ഭക്താനാം ശമഭീപ്സതഃ അനുഗ്രഹം മന്യമാനഃ പ്രാദിഷ്ടം ദിശമുത്തരാം. അപ്പോൾ ഞാൻ എൻ്റെ മാതൃമരണം ഭക്തന്മാരുടെ കല്യാണ ഗുണത്തെ കാംക്ഷിക്കുന്ന ഭഗവാൻ എന്നിൽ കാട്ടിയ അനുഗ്രഹമാണെന്ന് വിചാരിച്ച് വടക്കോട്ട് പുറപ്പെട്ടു. വടക്കുദിക്കിൽ വളരെ ധനസമൃദ്ധിയുള്ള ദേശങ്ങൾ, രാജധാനികൾ, ബ്രാഹ്മണർ കൂടിച്ചേർന്ന് വസിക്കുന്ന ഗ്രാമങ്ങൾ, പശുക്കളെ വളർത്തുന്ന സ്ഥാനങ്ങളായ വ്രജങ്ങൾ, രത്നങ്ങൾ, സ്വർണം, വെള്ളി, ഇരുമ്പ് എന്നീ ശ്രേഷ്ഠ ലോഹങ്ങളെ കുഴിച്ചെടുക്കുന്ന ഖനികൾ, കൃഷി ചെയ്ത് ഉപജീവിക്കുന്ന ജനസമുദായം, താമസിക്കുന്ന സ്ഥലങ്ങളായ കേടങ്ങൾ, മലഞ്ചെരുവുകളിൽ കുടിലുകളുണ്ടാക്കി താമസിക്കുന്നവരുടെ വാസസ്ഥലങ്ങളായ കർവടങ്ങൾ,
കവുങ്ങുകൾ, തെങ്ങുകൾ മുതലായ ഫലവൃക്ഷങ്ങളും പൂച്ചെടികളും വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള വാടികകൾ, താനേ തന്നെ വളരുന്ന വൻമരങ്ങൾ നിറഞ്ഞ വനങ്ങൾ, നട്ടുവളർത്തി രക്ഷിക്കുന്ന വൃക്ഷങ്ങൾ നിറഞ്ഞ ഉപവനങ്ങൾ, സ്വർണങ്ങൾ, രജതങ്ങൾ എന്നീ ധാതുദ്രവ്യങ്ങളുള്ളതുകൊണ്ട് നാനാവർണ്ണങ്ങളോടുകൂടിയിരിക്കുന്ന പർവ്വതങ്ങൾ, കാട്ടാനകൾ, ഒടിച്ച കൊമ്പുകളോടുകൂടിയ മരങ്ങൾ, തെളിഞ്ഞ ജലം നിറഞ്ഞു നിൽക്കുന്ന കുളങ്ങൾ, തടാകങ്ങൾ മുതലായ ജലസ്ഥാനങ്ങൾ, ദേവന്മാർ വന്നു സ്നാനപാനാദികൾ ചെയ്യുന്നതും അനേകവിധം ശബ്ദങ്ങളെ പുറപ്പെടുവിക്കുന്ന നാനാമാതിരി പക്ഷികളും അങ്ങുമിങ്ങും മുരണ്ടു നടക്കുന്ന വണ്ടുകളുമുള്ളതുകൊണ്ട് മനോഹര ശോഭയോടു കൂടിയവയുമായ താമരപ്പൊയ്കകൾ എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളെ ഞാൻ ഏകനായി തന്നെ കടന്നും എല്ലാ കാഴ്ചകളെയും കണ്ട് ആനന്ദിച്ചും കൊണ്ട് പോകുമ്പോൾ രാമച്ചപ്പുല്ലുകൾ, മുളകൾ, കരിങ്ങാലികൾ, ദർഭപ്പുല്ലുകൾ എന്നിവയുടെ കുടിലുകൾ കൊണ്ട് സഞ്ചരിപ്പാൻ കഴിയാത്തതും ഭയം ജനിപ്പിക്കുന്ന സ്വരൂപത്തോടു കൂടിയതും പാമ്പുകൾ, കൂമൻ, കുറുനരികൾ ഇവയുടെ ക്രീഡാസ്ഥാനവും ദുസ്സഹവുമായ ഒരു കൊടുങ്കാട് കണ്ടു. ആ അരണ്യത്തിൽ എത്തിയപ്പോഴേക്കും എൻ്റെ കൈകാൽ മുതലായ അവയവങ്ങളും ശരീരവും നന്നേ തളർന്നു. ദാഹവും വിശപ്പും അധികരിച്ചു. ഉടനെ നദിയിലിറങ്ങി ആഴമുള്ള ഒരു സ്ഥാനത്തിൽ സ്നാനം ചെയ്തു നിത്യകർമ്മം കഴിച്ചു. അല്പം വെള്ളം കുടിച്ചു. ആ വിധം അല്പം ക്ഷീണം തീർത്തു. ജനസഞ്ചാരമില്ലാത്തതായ ആ ഘോരവനത്തിൽ ഒരാലിൻചുവട്ടിലിരുന്ന് മനസ്സിനെ നിലനിർത്തി ഹൃദയകമലത്തിൽ വിളങ്ങുന്ന പരമാത്മാവിനെ ഗുരുമുഖത്തിൽ നിന്നു കേട്ടതിനെ അനുസരിച്ച് ചിന്തിച്ചു. ഭക്തിനിമിത്തം ചലനമില്ലാതെയിരുന്ന മനസ്സുകൊണ്ട് ഭഗവാന്റെ പാദകമലത്തെ ധ്യാനിക്കുന്നവനും ഭഗവത് സ്വരൂപത്തെ കാണുവാനുള്ള താൽപര്യാധിക്യത്താൽ കണ്ണിൽ വെള്ളം നിറഞ്ഞവനുമായ എൻ്റെ ഹൃദയത്തിൽ മെല്ലെ മെല്ലെ ശ്രീഹരിയുടെ സ്വരൂപം പ്രകാശിച്ചു തുടങ്ങി. ഭഗവാനിലുള്ള പരമപ്രേമത്തിൻ്റെ ആധിക്യം നിമിത്തം ശരീരത്തിൽ രോമാഞ്ചം സ്പഷ്ടമായി കാണപ്പെട്ടു. ഹേ മുനെ, സർവാവയവങ്ങളും ഒരുപോലെ സുഖാനുഭാവമുള്ളതായി ക്രമേണ സുഖസ്ഫൂർത്തി അധികരിച്ചുണ്ടായ പരമാനന്ദത്തിൻ്റെ മഹാപ്രവാഹത്തിൽ ഞാൻ മുങ്ങുകയും ഹൃദയത്തിൽ പ്രകാശിച്ചിരുന്ന ഹരിസ്വരൂപത്തെയും എന്നെയും കാണാതാകുകയും ചെയ്തു. ശരീരത്തെ മറന്നുവെന്ന് സാരം. രൂപം ഭഗവതോ യത്തന്മനഃകാന്തം ശുചാപഹം അപശ്യൻ സഹസോത്തസ്തേ വൈക്ലഭ്യാദുർമനായിവ. മനസ്സിനെ ആനന്ദിപ്പിക്കുന്നവനും സകല ദുഃഖത്തെയും നിശേഷം നശിപ്പിക്കുന്നവനുമായ ആ ഭഗവത് രൂപത്തെ കാണാതായപ്പോൾ പാരവശ്യം നിമിത്തം മനസ്സന്തോഷമില്ലാത്ത നിലയിൽ മോഹിതനായി. അല്പനേരം കഴിഞ്ഞപ്പോൾ ആ ആലസ്യം തെളിഞ്ഞു ബോധമുണ്ടായി. ആ ഭഗവത് രൂപത്തെ കാണണമെന്നുള്ള ആഗ്രഹം നിമിത്തം പിന്നെയും മനസ്സിനെ ഹൃദയത്തിൽ സ്ഥിരമാക്കി നിർത്തി നോക്കി. എങ്കിലും കണ്ടില്ല. അതൃപ്തനായ ഞാൻ ദുഃഖിതനെന്ന വിധത്തിലായി. ജനസഞ്ചാരമില്ലാത്ത സ്ഥലത്തിൽ താനേ ഇരുന്ന് ഇപ്രകാരം പരിശ്രമിക്കുന്ന എന്നോട് വേദവാക്കുകൾക്ക് വിഷയമല്ലാത്തവനും അനുഭവജ്ഞാനസ്വരൂപനായി ഭവിച്ചവനുമായ ഈശ്വരൻ അതിഗംഭീരമായും മൃദുവായുമിരിക്കുന്ന വാക്കുകൊണ്ട് എൻ്റെ സകല സന്താപത്തെയും ശമിപ്പിക്കുവാൻ എന്ന പോലെ പറഞ്ഞു. ഹന്താസ്മിൻ ജന്മനി ഭവാൻ മാമാ ദ്രഷ്ടുമിഹാർഹതി അഭവിഭക്വകഷായാണാം ദുർദർശോഹം കുയോഗിനാം. ദയാപൂർവം സംബോധനം ചെയ്തുകൊണ്ട്, അഹോ കഷ്ടം, ഭവാൻ ഈ ജന്മത്തിൽ എന്നെ കാണുവാൻ അർഹനല്ല. കാമാദിദോഷങ്ങൾ നിശേഷം നശിച്ചിട്ടില്ലാത്ത കുയോഗികൾക്ക് കാണുവാൻ സാധിക്കുന്നവനല്ല ഞാൻ എന്ന് ഭഗവാൻ പറഞ്ഞു. ഒരിക്കൽ എൻ്റെ രൂപത്തെ നിനക്കു ഞാൻ കാട്ടിയത് ആ രൂപത്തിൽ നിനക്ക് ആഗ്രഹം അധികരിച്ചു വരുവാൻ വേണ്ടിയിട്ടാകുന്നു. ഹേ അനഘ, എന്നിൽ അനുരാഗത്തോടുകൂടിയ പുരുഷൻ്റെ മനസ്സിലുള്ള കാമാദി സകല ദോഷവൃത്തികളും ക്രമേണ നശിക്കും. അല്പകാലമുണ്ടായ സജ്ജന സേവ കൊണ്ട് നിനക്കെന്നിൽ മനസ്സുറച്ചിരിക്കുന്നു. നീ നിന്ദ്യമായ ഈ ശരീരത്തെ ഉപേക്ഷിച്ചാൽ എൻ്റെ പാർഷദനായി ഭവിക്കും. എന്നിൽ ബന്ധിച്ചിരിക്കുന്ന ഈ ഭാവത്തിനും ഈ ഓർമ്മയ്ക്കും ലോകം മുഴുവനും നശിച്ച് രണ്ടാമതും സൃഷ്ടി തുടങ്ങുന്ന കാലത്തും നാശം സംഭവിക്കുകയില്ല. ഭഗവത് ഭജനത്തിൻ്റെ മഹിമ ഇവിടെ സൂചിപ്പിക്കൂ. കർമ്മബലം ക്ഷയിക്കുന്നതും ഭഗവത് ഭജനബലം നശിക്കാത്തതുമാണെന്ന് അറിയേണ്ടതുമാണ്. ആകാശത്തിൽ സ്വരൂപമുണ്ടെങ്കിലും കാണുവാൻ കഴിയാതിരുന്നതും സകലത്തെയും അതാത് നിലയ്ക്ക് നിർത്തി രക്ഷിക്കുന്നവനുമായ
ആ ബ്രഹ്മസ്വരൂപ സത്യവസ്തു ഇത്രമാത്രം പറഞ്ഞവസാനിച്ചു. മഹത്തുക്കളായ എല്ലാ വസ്തുക്കളിൽ വെച്ചും മഹത്തായിരിക്കുന്ന ആ സത്യസ്വരൂപത്തിൻ്റെ കാരുണ്യത്തിന് പാത്രീഭൂതനായ ഞാൻ ശിരസ്സുകൊണ്ട് നമസ്കരിക്കുകയും ചെയ്തു. അപരിച്ഛിന്നനായ ഭഗവാന്റെ ഓരോ ലീലകളെ സൂചിപ്പിക്കുന്നതായ രഹസ്യനാമങ്ങളെ ലജ്ജ കൂടാതെ എപ്പോഴും ഉച്ചരിച്ചും ഭഗവാൻ ഓരോ അവസരത്തിൽ ചെയ്തിരിക്കുന്ന മംഗളകർമ്മങ്ങളെ സ്മരിച്ചും കൊണ്ട് ഭൂമിയിൽ ഒരു പ്രത്യേക സ്ഥലത്തിരിക്കാതെ ഓരോ സ്ഥലങ്ങളിൽ സഞ്ചരിച്ചും അപ്പപ്പോൾ സംഭവിക്കുന്ന അവസ്ഥകളിൽ സന്തോഷിച്ചും ഒന്നിനെയും ആഗ്രഹിക്കാതെയും മതം, മത്സര്യം എന്നീ ദോഷവൃത്തികളിൽ നിന്ന് മനസ്സിനെ സംരക്ഷിച്ചു ഈ ശരീരത്തെ വെടിയുവാനുള്ള അവസരത്തെ കാത്തുകൊണ്ടിരുന്നു. ഹേ ബ്രഹ്മത്തെ അറിഞ്ഞിരിക്കുന്ന മുനെ, ഇങ്ങനെ ശ്രീകൃഷ്ണനിൽ ബുദ്ധിയെ ഉറപ്പിച്ചും മറ്റുള്ള യാതൊന്നിലും ആഗ്രഹമില്ലാതെയും കാമാദിദോഷങ്ങളായ ചളികളുടെ സംബന്ധമില്ലാത്തതിനാൽ ഏറ്റവും ശോഭിച്ച മനസ്സോടുകൂടിയുമിരിക്കുന്ന എൻ്റെ ഭൗതികത്തെ ഉപേക്ഷിപ്പാനുള്ള സമയമടുത്തപ്പോൾ എതിർച്ഛയാ മേഘമാലയിൽ നിന്ന് മിന്നൽ പൊട്ടിപ്പുറപ്പെടും പോലെ കാലനും പ്രത്യക്ഷമായി വന്നു. ആ ശരീരം അവസാനിക്കുമ്പോൾ എൻ്റെ പരിശുദ്ധമായ പാർഷദ ശരീരം സിദ്ധിക്കും എന്ന് ഭഗവാൻ അരുളി ചെയ്തതിനെ അനുസരിച്ച് ഭഗവൽ പാർഷദ ശരീരത്തെ എനിക്കായിട്ട് നൽകുവാൻ ഭഗവാൻ ആരംഭിച്ച സമയത്തിൽ പ്രാരബ്ധകർമ്മത്തിൻ്റെ അവസാനമായതിനാൽ പഞ്ചഭൂതങ്ങളാൽ ആരംഭിക്കപ്പെട്ടതായ ശരീരം ഭൂമിയിൽ വീണു. അതുകൊണ്ട് സിദ്ധിക്കുന്നത് എന്തെന്നാൽ ഭഗവാന്റെ പാർഷദനായിരിക്കുന്നതിനുള്ള ശരീരം കർമ്മം കൊണ്ടുണ്ടാകുന്നതല്ല, അത് ശുദ്ധവും നാശരഹിതവുമാകുന്നുവെന്ന് സാരം. കൽപ്പാവസാനത്തിൽ ഈ 3 ലോകത്തെയും സംഹരിച്ച് ഏകാർണവത്തിൽ ശയിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീനാരായണനിൽ ശയിപ്പാൻ ആഗ്രഹിക്കുന്ന വിഭുവായ ബ്രഹ്മാവിൻ്റെ ശ്വാസവായുവിനോടുകൂടെ ഞാൻ ഉള്ളിലേക്ക് പ്രവേശിച്ചു. 1000 ചതുർയുഗം കഴിയുന്നതുവരെ ആ വിധം ശയിച്ചും അതിൻ്റെ അവസാനത്തിൽ നിദ്രയിൽ നിന്നുണർന്ന് ത്രൈലോക്യത്തെ സൃഷ്ടിപ്പാൻ ആഗ്രഹിച്ചും കൊണ്ടിരിക്കുന്ന ബ്രഹ്മാവിൻ്റെ ഓരോ ഇന്ദ്രിയങ്ങളിൽ നിന്ന് മരീചി മുതലായ ഋഷികളും ഞാനും ജനിച്ചു. ഞാൻ മഹാവിഷ്ണുവിൻ്റെ പ്രസാദം ഹേതുവായിട്ട് ബ്രഹ്മചര്യവ്രതത്തിന് യാതൊരു മുടക്കവും വരുത്താതെയും ഒരിടത്തും സഞ്ചരിക്കുന്നതിന് തടസ്സമില്ലാതെയും 3 ലോകങ്ങളിൽ ഉള്ളിലും പുറത്തും സഞ്ചരിക്കുന്നു. കർമ്മത്തിൽ ശ്രദ്ധയോടുകൂടിയവർ ത്രിലോകത്തിനു പുറത്ത് സഞ്ചരിക്കയില്ല. തപസ് മുതലായവ കൊണ്ട് ബ്രഹ്മലോകത്തെ പ്രാപിച്ചവർ ത്രിലോകത്തിൻ്റെ ഉള്ളിലും വരികയില്ല. ഞാനാകട്ടെ ത്രിലോകത്തിൻ്റെ ഉള്ളിലും പുറത്തും സഞ്ചരിക്കുന്നതുകൊണ്ട് കർമ്മികളെയും താപസന്മാരെയും അതിക്രമിച്ചിരിക്കുന്നു. ഇതിനു കാരണം വിഷ്ണു പ്രസാദമാണ്. ഞാൻ സഞ്ചരിക്കുന്നത് ഈശ്വരൻ്റെ ആജ്ഞാനുസരണം ലോകത്തിൻ്റെ മംഗളത്തിനായിക്കൊണ്ടാണെന്ന് അടുത്ത 4 പദ്യങ്ങളെ കൊണ്ട് പറയുന്നു. ഈ വീണ ഈശ്വരൻ നൽകിയതും താനേ തന്നെ സപ്തസ്വരങ്ങളാകുന്ന ബ്രഹ്മം ആരോഹണാവരോഹണക്രമത്തെ അനുസരിച്ച് പുറപ്പെടുവിക്കുന്നതുമാകുന്നു. ഇതിൻ്റെ ശ്രുതിക്കനുസരിച്ച് ഹരികഥയെ ഗാനം ചെയ്തുകൊണ്ട് ഞാൻ സഞ്ചരിക്കുന്നു. ഭഗവാന്റെ പരാക്രമങ്ങളെ കീർത്തനം ചെയ്തുകൊണ്ട് സഞ്ചരിക്കുന്ന എൻ്റെ മനസ്സിൽ ഭക്തന്മാരെ ആനന്ദിപ്പിക്കുന്ന കീർത്തിയോടുകൂടിയ ഭഗവാൻ വിളികേട്ടവൻ നേരെ വരുന്ന വിധം വളരെ വേഗത്തിൽ ദർശനം തരുന്നു. പരന്മാർക്കുള്ള പ്രയോജനം കുറയുന്നു. വിഷയങ്ങളെ വീണ്ടും ആഗ്രഹിക്കുക കാരണം അതിദുഃഖിതന്മാരായിരിക്കുന്ന സാമാന്യ ജനങ്ങൾക്ക് സംസാര സമുദ്രത്തെ കടപ്പാനുള്ള ഒരു കപ്പൽ ഹരികഥാ വർണ്ണനം കേൾക്കുകയാണെന്നുള്ള സംഗതി അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണല്ലോ. നാരദമുനി ഉച്ചത്തിൽ ഗാനം ചെയ്ത് സഞ്ചരിക്കുന്നത് സംസാര ദുഃഖത്തിൽ മുങ്ങിക്കിടക്കുന്ന ജീവന്മാരെ ഉദ്ധരിപ്പാനാണ്. ഹരികഥാ പ്രസ്താവം തന്നെ സംസാര സങ്കടത്തെ നശിപ്പിക്കുന്ന സിദ്ധൌഷധം എന്ന് പറഞ്ഞതിനെ അനുഭവപ്പെടുത്തി കാണിക്കുന്നു. അടിക്കടി കാമലോപാധി വൃത്തികൾ കൊണ്ട് കലുഷിതമായി വരുന്ന മനസ്സ് മുകുന്ദ സേവ കൊണ്ടെന്ന പോലെ യമം, നിയമം എന്നീ യോഗമാർഗങ്ങൾ കൊണ്ട് സാക്ഷാൽ ശാന്തിയെ പ്രാപിക്കയില്ല. സർവം തദിതമാഖ്യാതം യത് പൃഷ്ടോഹം ത്വയാനഘ ജന്മകർമ്മരഹസ്യം മേ ഭവതശ്ചാത്മതോഷണം. ഹേ അനഘ, അങ്ങ് ചോദിച്ചതായ എൻ്റെ ജന്മം, കർമ്മം എന്നിവയുടെ രഹസ്യവും അങ്ങയുടെ മനഃപ്രസാദത്തിനുള്ള മാർഗവും എല്ലാം ഞാൻ അങ്ങയോട് പറഞ്ഞു കഴിഞ്ഞു എന്ന് നാരദമുനി വ്യാസനോട് പറയുന്നു. സൂത ഉവാച ഏവം സംഭാഷ്യ ഭഗവാൻ നാരദോ വാസവീസുതം ആമന്ത്രവീണാം രണയൻ യയോ യാദൃച്ഛികോ മുനിഃ.
സൂതൻ പറഞ്ഞു, സ്വന്തമായ ആവശ്യമൊന്നും സങ്കല്പിക്കാതെ സഞ്ചരിക്കുന്ന ഭഗവാൻ നാരദമുനി വ്യാസമുനിയോട് ഈ വിധം പറഞ്ഞ് വീണയെ ശബ്ദിപ്പിച്ചും കൊണ്ട് പോവുകയും ചെയ്തു. അഹോ ദേവർഷിർധന്യോയം യത്കീർത്തിം ശാർഗധന്വനഃ ഗായന്മാദ്യന്നിതം തന്ത്ര്യ രമയത്യാതുരം ജഗത്. ഹരികഥയെ ഗാനം ചെയ്യുന്ന നാരദ മഹർഷിയുടെ ഭാഗ്യത്തെ സൂതൻ ശ്ലാഘിക്കുന്നു. ശ്രീഹരിയുടെ കീർത്തിയെ വീണ കൊണ്ട് ഗാനം ചെയ്ത് സന്തോഷിച്ച് ദുഃഖിച്ചിരിക്കുന്ന ഈ ലോകത്തെ ആനന്ദിപ്പിക്കുന്നവനായി സഞ്ചരിക്കുന്ന ഈ ദേവർഷിയായ നാരദൻ അഹോ മഹാഭാഗ്യവാൻ തന്നെ. നാമകീർത്തനം സ്വയം സന്തോഷിപ്പാനും ദുഃഖിതന്മാരെ സന്തോഷിപ്പിക്കാനും സമർത്ഥമാകുന്നു. 6-ാം അധ്യായം സമാപിച്ചു. 7-ാം അധ്യായം അടുത്ത ദിവസം. ഹരി ഓം.